ലീവെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് കോയമ്പത്തൂരേക്ക് തിരിച്ച് വരുന്ന കേട്ടോ. ഞാൻ നല്ലൊരു ഷോക്കെല്ലാം അടിച്ചിട്ട് നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഈ വൃത്തികെട്ട ബ്ലഡി കാറ്റൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ചുരത്തിലെത്തിയിട്ട് ഇതാണ് നമ്മളെ വ്യൂ പോയിന്റ് വരുന്നത്. കറക്റ്റായിട്ട് ഇതല്ല, കുറച്ചും കൂടി താഴോട്ടേക്ക് എത്തി നോക്കുമ്പോഴാണ് കാണുക. ബസ്സിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് എത്തി നോക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് മഴയാണെങ്കിൽ നല്ല കോട ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോഴുള്ള ബ്ലോക്കിനെക്കാട്ടും നല്ല ബ്ലോക്കില്ലേ. ഇതൊക്കെ എന്ത് സുഖമല്ലേ, പേര് കുരങ്ങെന്നാണെങ്കിലും എന്താല്ലേ ലൈഫ്, ഇവരതെല്ലാം കിടന്നിങ്ങനെ തൂങ്ങിയാൽ മതി. കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ വെള്ളച്ചാട്ടമെല്ലാം കണ്ടിട്ട് ഞാൻ മഴയായതും കൊണ്ടുണ്ടല്ലോ ഷട്ടറെല്ലാം താത്തിയിട്ടിരുന്നേ. നോക്കുമ്പോൾ ഈ മഴയ്ക്ക് എന്നോട് ഭയങ്കര ഐലവ്യമായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഈ മഴയെല്ലാം ഉള്ളിൽ കൂടി വന്നിരുന്ന് നോക്കുന്നു. ഞാൻ നാട്ടിലുള്ള ടൈമിൽ എനിക്ക് ഇത്രയും മഴ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ തിരിച്ചിങ്ങ് വരാൻ നോക്കുമ്പോൾ മഴയെല്ലാം പെയ്തത്. ഞാൻ ആ മഴ ഇങ്ങനെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറുന്നുണ്ടപ്പോൾ എന്താക്കി വേഗം സീറ്റ് മാറിയിരുന്നേ. ഞാൻ ഇരിക്കുന്ന സ്ഥലം കംഫർട്ട് അല്ലെങ്കിൽ എനിക്ക് ആ സ്പോട്ടിൽ അവിടെ നിന്ന് മാറണം കേട്ടോ. അങ്ങനെ എന്താക്കി നമ്മൾ ബസ്സെല്ലാം ഇറങ്ങി നമ്മൾ ഗ്യാരേജിലെത്തി കേട്ടോ. കോഴിക്കോട് ഗ്യാരേജിൽ പെരും മഴ, അവിടെയും പെരും മഴ. എനിക്കൊന്ന് ഓട്ടോ കയറണമെങ്കിൽ ഈ മഴയൊന്ന് ചോരണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചോർന്നപ്പോൾ ഞാൻ എന്താക്കി വേഗം ഓട്ടോയിൽ കയറി കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ പണി നടക്കുന്നത് കൊണ്ട് അവിടുത്തെ വാഷ്റൂമെല്ലാം ക്ലോസ്ഡാണ്. അങ്ങനെ ഞാൻ ഫോർത്തിലെല്ലാം പോയി വാഷ്റൂമിലെല്ലാം പോയിട്ട് തിരിച്ച് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ. അങ്ങനെ എപ്പം പോകുന്ന പോലെ തന്നെ ബർത്തിൻ്റെ മേലെ റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിൽ ഞാൻ കയറിയിരുന്നേ. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് കയറിയിരിക്കാനും വേണം ഒരു അന്തസ് കേട്ടോ. അതെനിക്ക് വല്ലാണ്ട് എങ്ങുണ്ട്. ഞാൻ എപ്പം ബർത്തിൻ്റെ മേലെയാണ് പോക്ക്. സീറ്റില്ലെങ്കിൽ എന്താ, ബർത്തെങ്കിൽ ബർത്ത്. ഈ ലഗേജെല്ലാം താഴെ വെച്ചപ്പോൾ ആദ്യം മനുഷ്യന്മാരല്ലേ ഇരിക്കണ്ടേ, എന്നിട്ടല്ലേ ലഗേജ് വെക്കണ്ടേ. അങ്ങനെ നമ്മളെ പൊടന്നൂർ സ്റ്റേഷൻ സ്വാഗതം ചെയ്തു. നമ്മൾ ഫ്രണ്ടിലെത്തി കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമ്മളെ ക്യാബ് എണ്ണം വന്നത്. പിന്നെ ക്യാബിലെല്ലാം കയറി ഒരു 10-15 മിനിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമിലേക്ക് എത്താം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി 1, 2, 3 ഞങ്ങളൊരു 3-4 ആൾക്കാർ കൂടി ഒരു ക്യാബ് കയറി ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ബൈ.